നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊരു ചൂടാ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചൂടിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ പലയിടങ്ങളിലും വേനൽ മഴ കിട്ടിയത് ചെറിയ ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കൂടി ഇങ്ങനെ ചൂട് നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 2 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വസിക്കും, 2 ദിവസം കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ എന്ന്. പക്ഷേ വീണ്ടും 2 ദിവസം എന്ന് പറയുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ പല മേഖലയിലും ഈ ചൂട് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പലയിടങ്ങളിലും വലിയ കൃഷിനാശം ഉണ്ടായത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ മത്സ്യലഭ്യതയിലും വലിയ ഇടിവുണ്ടായി എന്നുള്ള വിവരമാണ് വരുന്നത്. മത്സ്യബന്ധന മേഖലയാകെ പ്രതിസന്ധിയിലായിരിക്കുകയുമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴയ മത്സ്യവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ തൊഴിലാളികളുടെ ആവശ്യം. കോഴിക്കോട് പുതിയാപ്പയിലെത്തിയ AK അഭിലാഷ് ഞങ്ങളുടെ റിപ്പോർട്ടർ കണ്ട കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സുജിയ, ഞാൻ ഇപ്പോൾ കോഴിക്കോട്ടുള്ളത് പുതിയാപ്പ ഹാർബറിലാണ്. ഏതാണ്ട് 400ഓളം ബോട്ടുകളാണ് ഈ ഹാർബറിൽ മാത്രമുള്ളത്. ഏതാണ്ട് ഒരു ദിവസം 15 മുതൽ 20 ബോട്ടുകളാണ് ഇവിടെ മത്സ്യബന്ധനവുമായി ഇവിടെ ഹാർബറിൽ അടുക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മത്സ്യം ഈ ഹാർബറിൽ എത്താത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ വില വലിയ ഉയർന്ന തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, പെരുന്നാൾ കാലത്തും അതോടൊപ്പം തന്നെ അതിന് മുമ്പും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ആ വില ഇപ്പോഴും യാതൊരു തരത്തിലും കുറയാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായുള്ള കാര്യം മത്സ്യലഭ്യതയുള്ള കുറവ് തന്നെയാണ്. തൊഴിലാളികൾക്ക് തൊഴിലില്ല, ഇങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ മത്സ്യത്തിൻ്റെയൊക്കെ വില? വളരെ വില കുറവാണ്. മത്സ്യം ഇല്ലാൻ തന്നെ കടലിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു വേളയിൽ മത്സ്യത്തൊഴിലാളികൾ കടത്തിലാണ്. അപ്പോൾ അതിന് സർക്കാർ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സ്യം കുറയുന്നത്? മത്സ്യം കുറവാന്ന് വെച്ചാൽ മത്സ്യം ഇല്ല കടലിൽ. വർഷങ്ങളോളം പിടിച്ചില്ല. ഇപ്പം മത്സ്യം കുറവാണ്. ചൂട് വലിയ പ്രശ്നമാണോ? ചൂട് പാക്കേജ്, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ പറ്റും മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെൻറ്റോട്. ഇന്ധനത്തിന് വില കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, പാക്കേജ് കൊടുക്കുക. മറ്റുള്ള മേഖലയിലൊക്കെ പാക്കേജ് കൊടുക്കുക, ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ മുതലെടുക്കുകയാണ്. ആകെ ദൂരത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പട്ടിണിയാണ്, ആത്മഹത്യ ഉയർത്തല്ലോ. വയനാട്ടിലെ ആത്മഹത്യ കർഷകർ ചെയ്താൽ നമ്മളും ചെയ്യും. ബോട്ടിലും കെട്ടിക്കിടക്കുന്ന പയനില്ലാതെ 1100 റുപ്യ 3 കിലോ ഉണ്ടാവും. അപ്പം കടലോര മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വളരെ കടത്തിലാണ്. അപ്പോൾ ഏത് സർക്കാർ വന്നാലും അവരെ സഹായിക്കാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വയനാടുണ്ടല്ലേ, അതേമാതിരി ഇവിടെ മത്സ്യത്തൊഴിലാളി ചത്തു വീഴും. ആ ഒരു അവസ്ഥയിലേക്കാണ് കടലോര മേഖല പോകുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾ ആകെ ഒരു പ്രതിഷേധത്തിലാണ്. കാരണം തങ്ങൾക്കൊരു പാക്കേജുമില്ല. അതോടൊപ്പം തന്നെ മത്സ്യലഭ്യതയുടെ കുറവ് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് മത്സ്യലഭ്യതയിൽ വലിയ തരത്തിൽ കുറവ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കിവിടെ കാണാം, ഈ കൂന്തൾ എന്ന് ഇതിന് 220 രൂപയാണ്, ഇതിന് 180 രൂപയാണ്. കൊഞ്ച് 3 തരത്തിലുള്ള കൊഞ്ചുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിന് 400 രൂപയാണ് ഈ കൊഞ്ചിന് എന്നാണ് അവർ പറയുന്നത്. ഈ കൊഞ്ചിന് 400 രൂപയാണ്. ഇതിനേതാണ് 350. സുജിയായി, നമ്മൾ ഒരുപക്ഷെ നിങ്ങളൊന്നും കാണാത്ത ഒരു തരത്തിലുള്ള ഫ്ലവർ വിഭാഗത്തിൽ വരുന്ന ഒരു കൊഞ്ചാണ് ഇത്. ഇതിന് 300 രൂപ. ചേട്ടാ, എത്ര? 400, 350 രൂപയാണ് ഈ കൊഞ്ചിൻ്റെ വില. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഈ കൊഞ്ചിന് നാര് കൊഞ്ചിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാണാനുള്ള ഭംഗിയാണ് ഇതിന് പ്രധാനമായി ഉള്ളത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന വില തന്നെയാണുള്ളത്. അയക്കൂറയ്ക്കാണെങ്കിൽ 1000 രൂപ വരെ ഉയർന്നു നിൽക്കുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന അതേ വില ഇപ്പോഴും കുറയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രധാനമായും കടലിൽ വലിയ തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ചൂടാണ്. അതുകൊണ്ട് തന്നെ മത്സ്യലഭ്യതയിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും. ഞാൻ മീൻ മേടിക്കാൻ വന്നയാളാണ്. എങ്ങനെയാണ് സാധാരണ നേരത്തെ വാങ്ങുന്ന അതേ വില തന്നെയാണ് ഇപ്പോൾ? അല്ല, ഞാൻ വയനാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ മേടിച്ചതാണ്. വില കുറവുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചത് മാത്രമേ ഉള്ളൂ. അതായത് വയനാട്ടിലേക്കാണ് കുറഞ്ഞ വിലയാണ് ഇവിടെ? കുറഞ്ഞ വിലയാണിത്, വളരെ കുറഞ്ഞ വിലയാണിത്. എന്തൊക്കെ വാങ്ങി? 2-3 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റം? ഏതോ ഐറ്റത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഓക്കെ. കൊഞ്ചൊക്കെ വാങ്ങി? കൊഞ്ച് മേടിച്ചിട്ടുണ്ട് 1/2 കിലോ. സാധാരണ ഇതിൽ വയനാട്ടുകാർ ഉണക്കമീനാണ് ഉപയോഗിക്കാറ് അല്ലേ? ഉണക്കമീൻ ഉപയോഗിക്കാറുണ്ട്, അവിടുത്തെ പച്ചമീൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ കോഴിക്കോട് വന്നത്? ഇന്ന് മോളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ മോളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് മേടിക്കും. കുറച്ച് മീനും വാങ്ങി പോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ പുതിയ ഹാർബറിലേക്ക് വന്നത്. അപ്പുറത്ത് വന്നപ്പോൾ അവിടെ മീനില്ല, ഇവിടെ വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്നു, ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഹാർബറിൽ വന്നിട്ടുണ്ടോ? അപ്പുറത്ത് വരെ വന്നിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. കടലിലുണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമൊക്കെ മത്സ്യബന്ധനത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ബാധകം കൂടാണ്ട് പിന്നെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മീനിൻ്റെ വില കുറവ് കാരണം ഇവിടെയുള്ള മീനിന് വില കിട്ടാതെയുണ്ട്. നമ്മൾ ഈ ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്ന മീനുകൾക്ക് ഇവിടെയുള്ള മീനിന് വില കിട്ടാത്ത സ്ഥിതിയാവുന്നുണ്ട്. കാരണം നമ്മളിവിടുന്ന് 200 രൂപ കയ്യിലെടുക്കുമ്പോൾ മാർക്കറ്റിലായില്ല 120-130 രൂപയ്ക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ എടുക്കാനും പേടിയാവും. കാരണം 150 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് മാർക്കറ്റിലായില്ല. ആ മത്സ്യം ഈ മത്സ്യം തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് വരുത്ത മത്സ്യമാണ്, ഇത് ഫ്രഷ് മീനാണ്. ഫ്രഷാണ്, അത് വരുത്തമാണ്. ഗുണനിലവാരത്തിൽ എന്താ വ്യത്യാസം ഉണ്ടോ? എത്ര വ്യത്യാസം ഉണ്ടാവും? അതായത്
ഒരു ആഴ്ച യാത്ര ചെയ്ത് വന്ന നിങ്ങൾക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവോ, ഇപ്പം കുളിച്ചിറങ്ങി വന്ന എനിക്ക് എന്ത് വ്യത്യാസം ഉണ്ടോ, അതുപോലുള്ള വ്യത്യാസം ഉണ്ടാവും. പഴകിയ മത്സ്യമാണ് വരുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതവിടെ വില കുറവ് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതെടുത്ത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വില കുറഞ്ഞ മത്സ്യം, പഴയ മത്സ്യം വരുന്നു. അത് ഇവിടുത്തെ സ്വാദിഷ്ടമായ ഈ മത്സ്യത്തെ, അതിൻ്റെ വില നിലവാരത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാർ തലത്തിൽ പാക്കേജുകൾ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർത്തി വരുന്നത്. കാരണം വയനാട്ടിലടക്കം വലിയ തരത്തിലുള്ള പാക്കേജുകൾ പല കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള പാക്കേജുകൾ സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുകയും ചെയ്തത്.